കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ ബെൽ ബട്ടൺ അമർത്തുക. ഏഷ്യ ലൈവ് ടിവിയിലെ ഫെങ്ഷുയി പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. ഫെങ്ഷുയിൽ ഒരുപാട് ടൂൾസുകളുണ്ട്. ആ ടൂൾസുകൾ നമ്മൾ യഥാവിധി പ്രോഗ്രാം ചെയ്ത് കറക്റ്റ് സ്ഥലങ്ങളിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒത്തിരി റിസൾട്ടുകൾ നമ്മളിലേക്ക് വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അത് എന്നെപ്പോലെ തന്നെ ഈ പ്രോഗ്രാം സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കെല്ലാം അത് അനുഭവം ഉള്ളവരാണ് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയവുമില്ല. അപ്പോൾ നമുക്ക് ഇതിൽ ഒരുപാട് പേർക്ക് അവരുടെ ആഗ്രഹങ്ങൾ പറഞ്ഞ് ഇപ്പോൾ എനിക്കൊരു ജോലി കിട്ടണം, അല്ലെങ്കിൽ എനിക്കൊരു വണ്ടി എടുക്കണം, എൻ്റെ വിവാഹം നടക്കണം, എൻ്റെ വസ്തു വിൽക്കണം, എനിക്കൊരു വസ്തു വാങ്ങിക്കണം, അതല്ലെങ്കിൽ എനിക്കിതാണെങ്കിൽ എക്സാം പാസ്സാവണം, അങ്ങനെ പലർക്കും പലതരത്തിൽ എനിക്ക് കുട്ടികളില്ലാത്തവർക്ക് ഒരു കുട്ടി ജനിക്കണം, അങ്ങനെ പലർക്കും പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ്. അപ്പം ഇത് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് ഞാൻ പറയും, ഞങ്ങളൊരു കാര്യം ചെയ്യും, മെറ്റൽ ടോട്ടോസ് വാങ്ങിച്ചുകൊണ്ട് പോയി അതൊന്ന് പ്രോഗ്രാം ചെയ്ത് ഞാൻ പറയുന്ന കണക്ക് നിങ്ങളൊന്ന് എഴുതി വെച്ച് നോക്ക്, ഞങ്ങൾക്ക് എന്ത് റിസൾട്ടാണെന്ന് പറയും. അപ്പോൾ അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് പോയി റിസൾട്ട് കിട്ടി. ഞാൻ ഈ പറഞ്ഞ എല്ലാ മേഖലകളിലും റിസൾട്ട് കിട്ടിയ ആൾക്കാരെ എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. കുട്ടികളില്ലാതെ ഉള്ളവർക്ക് കുട്ടികൾ ജനിച്ചതറിയാം, തൊഴിൽ കിട്ടിയവരറിയാം, വണ്ടി വാങ്ങിച്ചതറിയാം, വസ്തു വിറ്റവരറിയാം, വസ്തു വാങ്ങിച്ചതറിയാം. അങ്ങനെ ഞാൻ ഈ പറഞ്ഞതെല്ലാം എനിക്ക് അനുഭവത്തിലൂടെ ഒത്തിരി ആൾക്കാർ എൻ്റെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. ഇത് 100 പേർക്കും കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ 99 ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. അപ്പം അതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് റിസൾട്ട് കിട്ടുന്നതും ഒരുപാട് ആൾക്കാർ ഉപയോഗിച്ച് വരുന്നതായിട്ടുള്ള ഒരു ടൂൾസാണ് ഈ മെറ്റൽ ടോട്ടോയ്സ് എന്ന് പറയുന്നത്. ഇതുപോലെ നമുക്ക് അടച്ച് ഇങ്ങനെയാണ് അത് വരുന്നത്. ഇതിനെ നമുക്ക് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും. ഇത് ഓപ്പൺ ചെയ്യാൻ പറ്റാത്ത ടോട്ടോയ്സ് ഉണ്ട്, അത് നമുക്ക് ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. ഇതിൽ ഓപ്പൺ ചെയ്യുന്നതിൽ മാത്രമേ ഇത് നമുക്ക് ഇതുപോലെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തെടുക്കുമ്പോൾ ഇതിനകത്ത് ചെറിയൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ അടിഭാഗത്തായിട്ട് 9 അക്കങ്ങളുണ്ട്. ചിലരിനകത്ത് ഈ അക്കം കാണില്ല, ചുമ്മാ ഇങ്ങനെ 9 കോളങ്ങൾ മാത്രമേ കാണത്തുള്ളൂ. അത് പറ്റില്ല, 9 അക്കങ്ങൾ വേണം. ഈ 9 നമ്പറുകൾക്കും അതിൻ്റെതായിട്ടുള്ള പവറുണ്ട്. ഇത് 9 ദിക്കുകളിലായിട്ടാണ് നിൽക്കുന്നത്. ഈ ഫെങ്ഷുയി മൊത്തം ചെയ്യുന്നത് ഈ 9 നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ്. ഇതൊരു മാന്ത്രിക ചതുരമാണ്. ഇത് എങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരും. ഇപ്പോൾ നമ്മൾ ഈ ലൈനിൽ ഇങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരും, ഇങ്ങനെ രണ്ടാമത്തെ ലൈൻ കൂട്ടിയാലും 15 വരും, മൂന്നാമത്തെ ലൈൻ കൂട്ടിയാലും 15 വരും. ഇങ്ങനെ താഴോട്ട് ഇങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരും, 3 ലൈനുകൾ കൂട്ടി നോക്കിയാലും 15 വരും. അതേസമയം ഇങ്ങനെ ക്രോസ് ആയിട്ട് കൂട്ടി നോക്കിയാലും 15 വരും, ഈ ക്രോസ് ആയാലും 15 വരും. എങ്ങനെ കൂട്ടി നോക്കിയാലും 15 വരും. സെൻട്രലിൽ 5 എന്ന് പറയുന്ന ഒരു നമ്പറാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതൊരു മാന്ത്രിക ചതുരമാണ്. അപ്പോൾ ഇത് നമ്മൾ വാങ്ങിക്കുക, ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്യുക. ഒരു വൈറ്റ് പേപ്പർ എടുക്കുക, ഒരു ചെറിയൊരു പേപ്പർ സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തിട്ട് ആ പേപ്പർ എടുക്കുക. പേപ്പർ എടുത്തിട്ട് നമ്മളൊരു റെഡ് ഇങ്കുള്ള പേന എടുത്തിട്ട് നമ്മളുടെ ആഗ്രഹം എന്താണ്. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു കാറ് വാങ്ങിക്കാനായിട്ട് നിൽക്കുകയാണെന്ന് വെച്ചോ. അപ്പം എൻ്റെ ഇപ്പോൾ എടുത്ത ഏറ്റവും വലിയൊരു ആഗ്രഹം ഒരു കാറ് വാങ്ങിക്കണം, ഒരു 4 വീലർ വാങ്ങിക്കണം. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇതിനകത്ത് എഴുതുന്നു, ഇപ്പോൾ എനിക്കൊരു 3 മാസത്തിനകത്ത് വെച്ച് വേണം എനിക്കൊരു വണ്ടി വാങ്ങിക്കാനുള്ള ഒരു ആഗ്രഹം. എന്തെങ്കിലും കിട്ടിയിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ 3 മാസത്തിനകത്ത് വെച്ച് കാറ് വാങ്ങിക്കണം. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം കാറ് വാങ്ങിക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി ഞാൻ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അത് നടക്കുന്നില്ല, പല കാരണങ്ങളാൽ തട്ടി പോകുന്നു. അപ്പോൾ ഇതിലത്തെ ഒരു ആമയെ വാങ്ങിക്കുക, ഒരു വെള്ള പേപ്പർ എടുക്കുക, സ്ക്വയറായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം അതിനകത്ത് എഴുതുക ഇന്നത്തെ ഡേറ്റ് ഇടുക, 3 മാസത്തിനകത്ത് വെച്ച്. അതല്ലെങ്കിൽ നിങ്ങൾ ഇന്നോട്ടൊരു 3 മാസം കൂട്ടിയതിന് ശേഷം എത്ര മാസം ഇത്രാം തീയതിക്കകത്ത് വെച്ച് ഞാൻ പുതിയ ഒരു കാറ് വാങ്ങിയതിന്, അതായത് ആഗ്രഹങ്ങൾ സാധിച്ചു കഴിഞ്ഞതായിട്ട് വേണം എഴുതാൻ. കിട്ടണം അല്ലെങ്കിൽ കിട്ടിയില്ലെങ്കിൽ എന്നുള്ളതല്ല, ഞാനൊരു പുതിയ കാറ് വാങ്ങിച്ചതിന് ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു, നന്ദി എന്ന് 3 തവണ എഴുതുക. നല്ലതുപോലെ മടക്കി ഇതിനകത്ത് വെക്കുക. ഇതിനകത്ത് വെച്ചിട്ട് ഇത് വെച്ച് അടയ്ക്കുക. അടച്ചതിന് ശേഷം ഇത് 2 സ്ഥലങ്ങളിലായിട്ട് നമുക്ക് വെക്കാനായിട്ട് പറ്റും. ഒന്ന് നമ്മളുടെ സ്വീകരണ മുറിയുടെ വടക്ക് ഭാഗത്ത് ഒരു ബൗൾ എടുക്കുക. ഒരു ബൗൾ എടുത്തിട്ട് അതിനകത്ത് നിറച്ച് വെള്ളം ഒഴിക്കുക. ക്രിസ്റ്റലിൻ്റെ ബൗളായിരിക്കും, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, മറ്റേ വൈറ്റ് ആയിരിക്കണം. എന്നിട്ട് അതിനകത്ത് നേരെ നമ്മൾ ഈ ആമയെ ഇറക്കി വയ്ക്കുക. ഇത് രണ്ടായിട്ട് ഓപ്പൺ ചെയ്ത് ഇതിനകത്ത് വിഷ് എഴുതി ഇതിനകത്ത് വെച്ച് ഇത് വെച്ച് അടച്ച് നമ്മളൊന്ന് പ്രാർത്ഥിച്ച് ഒന്ന് ഹീൽ ചെയ്തതിന് ശേഷം ഇത് കൊണ്ടുവന്ന് ഈ വടക്ക് വശത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ട് ഈ ആമയുടെ തല പ്രധാന വാതിലിലോട്ട് നോക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ ആഗ്രഹം സാധിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പം നമുക്ക് സ്വീകരണ മുറിയിൽ വെക്കാൻ പറ്റുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് ഏത് വ്യക്തിയാണോ ഇത് ഉപയോഗിക്കുന്നത് ആ വ്യക്തിയുടെ ബെഡ്റൂമിൻ്റെ വടക്ക് ഭാഗത്ത് ഒരു ചെറിയ ചുമപ്പ് ചരടെടുത്തിട്ട് ഇതിനെ തല കീഴായിട്ട് ഇതിൻ്റെ തലഭാഗം ഭൂമിയിലേക്ക് നോക്കുന്ന രീതിയിൽ ഇതുപോലെ
തല കീഴായിട്ട് കുനിച്ച് ഇതിലൊരു ചരട് കെട്ടി അവിടെ ഒരു ഹൂക്ക് ഒട്ടിച്ചിട്ട് അവിടെ ഇങ്ങനെ തൂക്കിയിടാം. അപ്പോൾ ബെഡ്റൂമിൽ വെള്ളം വയ്ക്കാൻ പാടില്ല. അപ്പോൾ അതുകൊണ്ട് ബെഡ്റൂമിൽ വെള്ളം വേണ്ട. ഇതിൻ്റെ ചുവപ്പ് റിബണിനകത്ത് ചരടിനകത്തോ റിബണിനകത്തോ കെട്ടി തല കീഴായിട്ട് ഇട്ടാൽ മാത്രം മതി. എന്നിട്ട് നിങ്ങൾ വെയിറ്റ് ചെയ്യുക. ഈ ആഗ്രഹം സാധിക്കുന്നതായിട്ട് കാണാം. ഇപ്പം നിങ്ങളൊരു പറഞ്ഞ ഡേറ്റിനകത്ത് വെച്ച് ഈ ആഗ്രഹം സാധിക്കും. ഇപ്പോൾ ഒരു 90 ദിവസം എഴുതി അതിനകത്ത് നടന്നില്ല എങ്കിലും ഒരാഴ്ച കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതിന് ശേഷം ഈ ആഗ്രഹം സാധിച്ചാൽ ഇത് എടുത്ത് നേരെ വെള്ളത്തിൽ ഒഴുക്കി കളയുക. വെള്ളത്തിൽ ഒഴുക്കി കളഞ്ഞിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുതിയ കാര്യം എഴുതി അടുത്ത വേറൊരു ടോട്ടോയ്സ് വാങ്ങിച്ച് പുതിയ എഴുതിക്കും. ചിലർ ചോദിക്കും ഇതിനകത്ത് തന്നെ നമുക്ക് വീണ്ടും ഒരെണ്ണം കൊണ്ട് എഴുതി വെച്ചാലോ എന്ന്. അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇതിനും അത് റിസൾട്ട് കിട്ടുന്നതായിട്ട് കാണുന്നില്ല. യഥാർത്ഥത്തിൽ ഇത് കഴിയുമ്പോൾ ഈ പേപ്പറും ഇതും എല്ലാം കൂടെ എടുത്ത് ഒഴുക്ക് വെള്ളത്തിൽ ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ. ഒത്തിരി റിസൾട്ട് കിട്ടിയിട്ടുള്ള സാധനമാണ്. നിങ്ങൾക്കും ഇതൊന്ന് പരീക്ഷിക്കാം.